ഇന്ത്യൻ 2 സിനിമ കണ്ട് കുറച്ച് ദിവസം മുന്നേ ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടാണ്. പക്ഷെ റിവ്യൂ ഇടാൻ പറ്റിയില്ല, സോറി. ഫസ്റ്റ് ഓഫ് ഓൾ ശങ്കറിന്റെ ഫിലിമോഗ്രാഫിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു സിനിമയിലൊന്നാണ് ഈ ഇന്ത്യൻ ടു മോശം എന്നാണോ ചോദിച്ചാൽ അങ്ങനെയല്ല. ഫസ്റ്റ് ഹാഫിന്റെ ഒരു ഹാഫൊക്കെ കൊള്ളായിരുന്നു, പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. സെക്കൻഡ് ഹാഫിലെ ക്ലൈമാക്സ് ചേസിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു എന്തിരൻ സ്റ്റൈലിൽ ഒന്ന് പിടിക്കാൻ നോക്കിയതാണ്, ഭയങ്കര മോശമായിട്ടുണ്ട്. കാരണം എന്തിരൻ എന്ന് പറയുന്ന ആ വേറെ കാറ്റഗറി പടം, ഇതിലൊരു അരമണിക്കൂറിന്റെ ചേസിംഗ് ഒക്കെ ഉണ്ട് ക്ലൈമാക്സിൽ. എന്തിനാണ് ചേസിംഗ് എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഈ പ്രായമുള്ള മനുഷ്യൻ എന്താ പറയാ, നിക്കണില്ല ഒരു സ്ഥലത്ത്, എവിടേക്കോ ഓടുന്നു. പുള്ളി കാലം കൊണ്ട് ഓടിയില്ല എന്നുള്ളൂ, പക്ഷെ ഓട്ടം നിക്കണില്ല. വൻ വെറുപ്പിക്കുന്നൊക്കെ വെച്ചാൽ വൻ വെറുപ്പിക്കലായിരുന്നു ആ ഓട്ടം. തീരണില്ല. നമ്മളിപ്പൊ കയ്യിൽ ചെയ്തു, പക്ഷെ ആ കഴിയേയില്ല. ഇത് പുള്ളീനെ അവസാനം പിടിക്കുകയാണെങ്കിൽ അത് 10-15 മിനിറ്റ് മുന്നേ പിടിച്ചുകൂടാ, ഇത് അരമണിക്കൂർ വലിച്ചിട്ട് പിടിക്കുക. പിന്നെ എന്താ പറയാ, ക്ലൈമാക്സ് ഒരു 6 പാക്ക് ഒക്കെ ഉള്ള മറ്റേ പുള്ളികളെ കൂടെ ഈ സിനിമയിലെ മാതിരി ഒരു ഫൈറ്റ് ഉണ്ടോ? ഈ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, മറ്റേ ജിമ്മന്മാരും വിക്രമും ഉള്ള ഒരു ഫൈറ്റ്, അതേമാതിരി ഒരു ഫൈറ്റ് ട്രൈ ചെയ്തിരിക്കുന്നത്. പക്ഷെ പുള്ളി മറ്റേ ഈ കമലഹാസന് 6 പാക്ക് വരുന്ന മറ്റത്തെ സീനൊക്കെ എനിക്ക് സത്യം പറയാം സഹിക്കാൻ പറ്റിയില്ല. കമലഹാസൻ എന്താ പറയാ, ഇവരെ ഇത് നോക്കും, ഓരോ മർമ്മങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അത് കോപ്പി അടിച്ചിട്ട് പുള്ളി 6 പാക്ക് ഉണ്ടാക്കും. എനിക്കിതൊക്കെ കാണുമ്പോൾ കക്കാശി ഇതൊക്കെ കോപ്പി നിഞ്ചാന്നുള്ള മാതിരി എന്തൊക്കെയോ കാണിച്ചു വെച്ച്, അത് പുള്ളി നോക്കിയിട്ട് 6 പാക്ക് ഉണ്ടാക്കും. ഇവിടെ ഓരോരുത്തവന് VCW, ക്രിയാറ്റിൻ, പ്രോട്ടീൻ പൗഡർ ഇതൊന്നും അടിച്ചിട്ട് വരാത്ത 6 പാക്ക് ഒക്കെ പുള്ളി ഒറ്റ നോട്ടത്തില്, മീൻസ് ഇത്രയും ചെയ്തിട്ടും ജിമ്മിൽ പോയി ദിവസം കളിച്ചിട്ടും മാസങ്ങളോളം സമയം എടുത്ത ആൾക്കാർ ഉണ്ടാക്കുന്ന സാധനമാണ് ഈ 6 പാക്ക് ഒക്കെ. ഇത്രയും പ്രായമുള്ള മനുഷ്യൻ ഒറ്റ നോട്ടത്തിൽ ബാക്കിയുള്ളവരെ 6 പാക്ക് ഒക്കെ കോപ്പി അടിച്ച് ഉണ്ടാക്കുക എന്നൊക്കെ പറയും, ഒക്കെ വൻ ബോറായിരുന്നു. അത് ശങ്കർ എന്താ പറയാ, ശങ്കർ എന്ന് പറഞ്ഞ ഡയറക്ടറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കമേഴ്ഷ്യൽ സിനിമയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമകൾ ഞാൻ കണ്ടതൊക്കെ പുള്ളി എടുത്തതാണ്. മുതൽവൻ ആയിക്കോട്ടെ, ശിവാജി ആയിക്കോട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമകൾ പുള്ളിയുടെ വക ഡൺ ബൈ ഇന്ത്യൻ 1. അതന്നെ ഭയങ്കര കമേഴ്ഷ്യൽ വാല്യൂ ഉള്ള സിനിമകൾ. ലാസ്റ്റ് 2010 വർഷം മുന്നേ കുറെ ആൾക്കാർ പറയുന്നുണ്ട് സുജാത, ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് സുജാത എന്താ പറയാ, ശങ്കറിന് സിനിമയിൽ അത്ര നന്നായി തിളങ്ങാൻ പറ്റിയില്ല എന്നൊക്കെ വെറുതെ പറയാണ്. കാരണം ഈ സിനിമയൊക്കെ ഈ സുജാത എന്ന് പറഞ്ഞ റൈറ്ററുടെ ഡെത്തിന് ശേഷം വരുന്നത് ഒക്കെ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്, നല്ല സിനിമയാണ്. അപ്പൊ അങ്ങനെ 2010 വന്ന സിനിമകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ എന്തിനൊക്കെ അതിന് ശേഷം വരുന്ന പടം തോന്നുന്നു. അപ്പൊ പുള്ളി അങ്ങനെ ഒന്നുമില്ല. റൈറ്റിംഗ് വൈസ് സുജാത എന്ന് പറയുന്ന ആ ഒരു വൻമരം വീണിട്ടുണ്ടെങ്കിലും എന്താ പറയാ, പുള്ളിക്ക് ഇപ്പോഴും പടങ്ങൾ ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്. ഈ സിനിമയിൽ എന്തോ പറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു 3 മണിക്കൂർ സെക്കൻഡ് ഹാഫ് ഭയങ്കര കുറയുന്നു, ഫസ്റ്റ് ഹാഫ് പിന്നെയും കുഴപ്പമില്ല, അങ്ങനെ വേണേ വെക്കാം. ആരും ഈ സിനിമ പോയി കാണരുത് എന്നല്ല, പക്ഷെ എനിക്ക് എന്തോ കാണാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഫോണിലൊക്കെ വരുമ്പോൾ ആണ് ഒരു ഭൂതിന്റെ കണ്ടോളി. തിയേറ്ററിൽ പോയി 3 മണിക്കൂർ ഞങ്ങൾ ഇരുന്ന തിയേറ്റർ അത്യാവശ്യം നല്ലൊരു തിയേറ്റർ നിന്നിട്ട് എനിക്ക് എന്താ പറയാ, കുറെ നേരം ഇരുന്നിട്ട് ചടപ്പിടിയായിരുന്നു, അത്രയും അവസ്ഥയായിരുന്നു. അപ്പോ ഭയങ്കര ആവറേജ് പടം. പിന്നെ സിദ്ധാർത്ഥിന്റെ വകയുള്ള ആക്ടിങ്, സിദ്ധാർത്ഥൊക്കെ ചിത്ത സിനിമയൊക്കെ എടുത്ത് കത്തി നിൽക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു സിദ്ധാർത്ഥൊക്കെ ഉണ്ട് സിനിമയിൽ, എന്താ പറയാ നല്ല സിനിമയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് കയറിയ ഉണ്ട മാത്രം ബാക്കി. പിന്നെ കാളിദാസിന്റെ ഒരു ക്യാമിയോ, എന്തിനാണ് ഒരു കാര്യമില്ല, അത് ഏതൊരു സാധാ നടൻ ചെയ്താലും അതേ എഫക്ട് തന്നെ ഉണ്ടാവുള്ളൂ. കാളിദാസിനെ കൊണ്ടുവന്ന് ഒരു കാര്യമില്ലാത്തൊരു ക്യാമിയോ. പിന്നെ മറ്റേ കാലണ്ടർ സോങ്ങില് കച്ചിസാര സോങ്ങിലെ ഡാൻസ് മാതിരി ഒരു 5-6 സ്റ്റെപ്പ്. കാലണ്ടർ സോങ് അത്യാവശ്യം അനിരുദ്ധിനെ കുറിച്ച് പറയണം, പാട്ട് എന്റെ പോന്നോ എന്താ പറയാ, അറവായിരുന്നു പാട്ടൊക്കെ. മറ്റേ കതറൽസ് പാട്ട് എനിക്ക് ഈ സിനിമ കാണുന്നതിന് മുന്നേ ഇഷ്ടമല്ല. ഇതില് താത്ത വരാറ് കതറ കൂടെ പോരാറ് എന്ന് പറഞ്ഞിട്ട് എന്ത് വെറുപ്പിക്കലാന്ന് അറിയോ പാട്ടൊക്കെ. ആ പാട്ട് ഒരു വെറുപ്പിക്കലാണ്. പിന്നെ കാലണ്ടർ സോങ് അത്യാവശ്യം നല്ല സോങ് ആണ്, പക്ഷെ അത് എനിക്കൊന്ന് ഫസ്റ്റ് ടൈം തിയേറ്ററിൽ നിന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. നല്ല സോങ് ആണ്, മ്യൂസിക് വൈസ് ആണെങ്കിലും ആ ലിറിക്സ് വൈസ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് അത്. പിന്നെ എന്താ പറയാ, 2-3 സോങ് പ്ലേസ്മെന്റ് ഈ സിനിമയിലില്ല. ഫസ്റ്റ് സിംഗിൾ ആയിട്ട് വന്ന പാറ സോങ് ഇല്ല. പാറ സോങ് ഐ തിങ്ക് 3ലേക്ക് വേണ്ടിയിട്ട് വരുന്ന സോങ് ആണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഈ സോങ് നീലൂർപ്പം എന്ന് പറഞ്ഞ സോങ് സിനിമയിൽ പ്ലേസ്മെന്റ് ഇല്ല. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പ്ലേസ് ചെയ്ത പാട്ടുകളാണ് ഈ സിനിമക്ക് ഒരു ആവശ്യമില്ലാത്ത. പിന്നെ ഈ സിനിമ നമുക്ക് കാണുമ്പോൾ ചില ക്യാരക്ടേഴ്സിനോട് ഭയങ്കര ദേഷ്യം തോന്നും, ഈ അനീതിയും അഴിമതിയൊക്കെ ചെയ്യുന്ന ആൾക്കാരോട്. പക്ഷെ കമലഹാസൻ ഓരോന്നുമില്ല പോയില്ല, നമ്മൾ ആരാന്ന് പോലും അറിയാത്ത ക്യാരക്ടറിനെയൊക്കെ ഓരോ സ്ഥലത്ത് പോയി കൊന്നുകൊണ്ടിരിക്കും കമലഹാസൻ. എങ്ങനത്തെ ഒരു ജാതി പടം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ OTT വരുമ്പോൾ ഈ പടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്റെ അഭിപ്രായം അതാണ്. വലിയൊരു ബിലോ ആവറേജ് പടം. ശങ്കറിന്റെ ഫിലിമോഗ്രഫിയിൽ ഏറ്റവും മോശം സിനിമ, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പൊ ഈ റിവ്യൂക്ക് അത്ര, അടുത്ത റിവ്യൂ കാണാൻ ഒരു ബൈ.